ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ വന്നതാണ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇവിടെ നല്ല മഴയൊക്കെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിൽ മഴയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് 2-3 ദിവസം മുന്നൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വെള്ളം കയറി. നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ വീടിൻ്റെ അവിടെയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജോലി സ്ഥലത്തിൻ്റെ ഭാഗത്ത് പോണ വഴിക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മഴയുണ്ട്, നല്ലൊരു അങ്ങനത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ്. എൻ്റെ നാടറിയാലോ എല്ലാവർക്കും, ഗുരുവായൂർ അടുത്താണ് വരുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും എന്നെ പരിചയപ്പെടുന്നവർക്കാണ് കേട്ടോ ഞാൻ പറയണത്. ഗുരുവായൂരിനടുത്ത് ചിറ്റാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ലിമി എന്നാണ് പേര്. ഞാൻ ഷോപ്പിലിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നിങ്ങൾ കുറേ പേരായി ചോദിക്കണു, വീഡിയോ ഒന്നും ഇല്ലല്ലോ, ഓൺ വോയിസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നൊന്ന് മാത്രം സംസാരിക്കും. പിന്നെ വിശേഷങ്ങൾ എൻ്റെ പങ്കുവയ്ക്കാം. കുറേ ദിവസങ്ങളായതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ പുതിയ വിശേഷം എന്ന് വെച്ചാൽ, റീലിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ മൂക്കുത്തി. ആദ്യം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തത്. രണ്ടാമത് ഒരെണ്ണം കുത്തി. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ചെയ്യണം, കുത്തണം എന്നൊക്കെ. ഒരു ഷോപ്പിൻ്റെ ഒരു ഓണർ എന്ന നിലയ്ക്ക് നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും പിന്നെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആ ക്രേസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹം കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്ന്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കുത്തി. അപ്പോൾ ചെറിയൊരു ഡയമണ്ട് വാങ്ങിച്ചിട്ടു. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഞാൻ കയ്യുമ്മ ഒരു ടാറ്റു അടിച്ചു കാണിച്ചാൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ആണ് ടാറ്റു അടിച്ചു. ഇഷ്ടമായോ? നല്ലൊരു തീമാണ് അത്. ഒരു തീമായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ മുന്നേ ഞാനിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഫാമിലി എന്നുള്ള ഒരു വേർഡാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ തിരിച്ച് പിടിച്ച കാരണം ഫ്രണ്ട് ക്യാമറ ആകാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ മനസ്സിലാവുണ്ടാവില്ല. ഇത് ഫാമിലി ആണ് ഇതിവിടെ അടിച്ചിട്ടുള്ളത്. 2 വർഷം ആയിട്ടുണ്ടാവും ഇത് ഏകദേശം ഞാൻ അടിച്ചിട്ട്. അപ്പം ഞാൻ പുതിയതായിട്ട് അടിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പോൾ അതും പുതിയൊരു സംഭവമാണ്, പുതിയൊരു ആഗ്രഹമായിരുന്നു, അത് ഞാൻ ചെയ്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ബിസിനസ് ഇപ്പോൾ കുറവാണ്, മഴയൊക്കെയാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ കച്ചവടമൊക്കെ കുറവാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം, പിന്നെ സഹകരണം ഉണ്ടാവണം. ഒരുപാട് പേര് വീഡിയോ കാണുന്നവരെ ഷോപ്പിൽ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ. അപ്പോൾ ഒരുപാട് പേര് ഇനിയും നമ്മുടെ ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. യൂട്യൂബ് ചാനൽ നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതിൽ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചാനലിൽ നിങ്ങളുമായിട്ട് കുറച്ച് നേരമൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ടും അതുപോലെ ഇതുപോലെ ഓൺ വോയിസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഫോളോ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെന്താണ്, കുറേ പേരായി ചോദിക്കുന്നു പല്ലിന് വിടവ് ഉണ്ടോ. പല്ലിന് വിടവുണ്ട്, ഞാൻ പറഞ്ഞു. പ്രായമാവല്ല, പിന്നെ ഗ്യാപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ നമ്മൾ പല്ല് പറിച്ചതിൻ്റെ സ്പേസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞിരുന്നു അവിടെ പല്ലൊക്കെ വയ്ക്കണം. പക്ഷെ നമുക്ക് ഓരോ ജീവിത പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം നമുക്ക് അതിനായിട്ടുള്ള ആ ഒരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ സാമ്പത്തികം തന്നെ നമ്മളതിനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരാവുമല്ലോ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു വരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാരണങ്ങളും കൊണ്ടാവാം എനിക്ക് സമയം കിട്ടാണ്ടും ചിന്തിക്കാതൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു സ്പേസ് ഗ്യാപ്പാണ്. കിടക്കട്ടെ, ഒരു ഗ്ലാമറിന് എല്ലാം തികഞ്ഞ ആർക്കും തമ്പുരാൻ കൊടുക്കില്ലല്ലോ, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു അപാകത വരുമല്ലോ. അങ്ങനെ പോണ വിശേഷങ്ങൾ. പിന്നെ മഴയാണ് ഇപ്പോൾ പ്രശ്നം. ഇത്ര നാളും ചൂടായിരുന്നു, വെയിലിൻ്റെ എന്താ പറയുക, അത്യാവശ്യം നല്ല വെയിലും എന്താ പറയുക ചൂടൊക്കെ ആയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ടെൻഷനാണ്, പേടിയാണ്. മഴ വരും ഓക്കെ, പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ, വെള്ളം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഒന്നും കുഴപ്പമില്ല, എന്നാലും മറ്റുള്ളവരുടെ അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ ആർക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ മഴക്കാലം അങ്ങനെ കഴിഞ്ഞു പോട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാവരും സംരക്ഷണമായിട്ട് ഉണ്ടാവാൻ വേണ്ടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഷോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഷോപ്പിൽ സെയിൽ കുറവാണ്, മോശമാണ്.
ഇരുട്ട് പിടിച്ചൊരു കാലാവസ്ഥയാട്ടോ, ഇരുട്ട് പിടിച്ച കാലാവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളെല്ലാവരും നമ്മൾ സ്ത്രീകളാണല്ലോ, നമ്മുടെ ഷോപ്പിലെ സ്ത്രീകളുടെ കളക്ഷൻസാണ് വെച്ചിരിക്കുന്നത്. ആർക്കും വരാൻ പേടിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഏത് നിമിഷവും ശക്തമാവാം എന്നുള്ളൊരു കാലാവസ്ഥ അന്തരീക്ഷമൊക്കെയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ രീതിയിൽ മഴ അങ്ങനെ ചാറ്റൽ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് കൂടുക പിന്നെ കുറയുക, അങ്ങനെയൊക്കെ ഒരു ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് സെയിലും കുറവാണ്. പിന്നെ ഓൺലൈൻ ബിസിനസ്സായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണു, കുഴപ്പമില്ല. നല്ല എമർജൻസിക്കാരൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് നിങ്ങളുമായിട്ട് കുറച്ച് നേരം ഞാൻ വന്നെടുക്കുന്നത്. പിന്നെന്താണ്, ഞാനിതുപോലെ ഒന്ന് വീടൊക്കെ ഒന്ന് മാറി, ആ വീട് ഒരു റെൻ്റ് വീട്ടിലേക്കാണ് ഞാൻ മാറി വയ്ക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പങ്കുവയ്ക്കാം. തൽക്കാലം വീട് മാറി എന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അറിയിക്കുകയാണ്. അത് ഞാൻ ഒരു ദിവസം ആ വീട് ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാൻ ഞാൻ വരാം. പിന്നെ അപ്പോൾ ഞാൻ ഇത്ര നേരം നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. ഇനി വേറൊരു ദിവസം നമുക്ക് നേരിട്ട് കാണാം. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും വിശേഷങ്ങളൊന്നും പറയില്ല. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബായ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കേ.